അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴാണ് ആ ഒരു വലിയ സത്യം. അലീന എന്റെ മകളല്ല, നിന്റെ മകളാണെന്ന് വൈജയോട് തുറന്നു പറയുന്ന ഒരു അടിപൊളി എപ്പിസോഡാണെന്ന് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ കിടപ്പിലായ വൈജ വീണ്ടും എഴുന്നേറ്റ് പഴയതുപോലെ ആകുന്നുണ്ട്. അന്നേരം അലീനയുമായിട്ട് വീണ്ടും യുദ്ധം പ്രഖ്യാപിക്കും. അവളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം വൈജ അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഒടുക്കം ബാലേന്ദ്രൻ അവിടെ കടുത്ത തീരുമാനങ്ങൾ എടുക്കും. ഇനിയും അവളെ ഇവിടെ നിർത്തി ശരിയാവില്ല. ഒരു പക്ഷേ സ്വന്തം അമ്മ തന്നെ മകളെ ഇല്ലാതാക്കിന്ന് വരും. അതുകൊണ്ട് അവളെ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ ഏൽപ്പിക്കണം. അവളുടെ അച്ഛന്റെ അടുത്ത് എന്നൊക്കെ ചിന്തിച്ച് ബാലേന്ദ്രൻ അലീനയുടെ അച്ഛനായിട്ടുള്ള സ്റ്റാലിനെ കണ്ടുപിടിക്കുകയും അയാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. സ്റ്റാലി ഞെട്ടലോട് കൂടിയാണ് ബാലേന്ദ്രൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നത്. അങ്ങനെ സ്റ്റാലിനി പറയും, 23 വർഷം മുമ്പ് ഞാനും വൈജും പ്രണയത്തിലായതും അവള് ഗർഭിണിയായിരിക്കെ ഞാൻ നാട്ടിലേക്ക് വരികയായിരുന്നു അവളുമായിട്ടുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അപ്പോഴാണ് തനിക്കൊരു ആക്സിഡന്റ് പറ്റിയത്. പിന്നീട് കുറച്ച് വർഷങ്ങളോളം താൻ കിടപ്പിലായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് ഓക്കെ ആയപ്പോ ഞാൻ അവളെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് അവള് വേറൊരാളെ വിവാഹം കഴിച്ചു എന്നാണ്. അതറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ അവളുടെ ലൈഫിൽ ഒരു അധികപ്പറ്റായിട്ട് വരാതിരുന്നത് എന്നൊക്കെ സ്റ്റാൻലി ബാലേന്ദ്രന്റെ അടുത്തായിട്ട് തുറന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ മകളെ ഞാനാണിപ്പോ ഏറ്റെടുത്ത് വളർത്തുന്നത്, അതും എന്റെ മകളായിട്ട്. ആ കുഞ്ഞ് അനാഥാലയത്തിലായിരുന്നു 21 വർഷത്തോളം. പിന്നീട് അവൾ എന്റെ വീട്ടിൽ ജോലിക്കാരിയായി വരികയും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് നിങ്ങളിൽ വൈജിക്കുണ്ടായ ഒരു പെൺകുഞ്ഞാണ് അലീന എന്ന്. ഇത് കേട്ട് സ്റ്റാലിയാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയും, ഇതൊക്കെ സത്യമാകുമോ? വൈജയുടെ ഭർത്താവ് പറഞ്ഞതുപോലെ ആ കുഞ്ഞ് എന്റെ തന്നെ ആകുമോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കാണ് സ്റ്റാൻലി. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നിങ്ങൾ എന്തേ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നാണോ? നിങ്ങളും വൈജയും കാണിച്ചു കൂട്ടിയതിന് ഞാനാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അവളെ പോലെ ഒരു വഞ്ചകിയാണ് അവളുടെ വീട്ടുകാർ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ വിവാഹം കഴിക്കില്ലായിരുന്നു. പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ മകൾ, അവൾ എന്തായാലും വൈജയെ പോലെയല്ല, നന്മയുള്ള ഒരു കുട്ടിയാണ്. അവളെ ഇനിയും അവിടെ ഇട്ട് ഉപദ്രവിക്കാൻ, അതും സ്വന്തം അമ്മ തന്നെ. അവളെ ദ്രോഹിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഇനിയും എത്ര ആയുസ്സുണ്ടാകുമെന്നൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളെ തെരഞ്ഞു വന്നത്, അവളെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കാനായിട്ട്. അന്നേരം സ്റ്റാൻലി പറയും, ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്റെ മകളെ കാണാനായിട്ട് വല്ലാണ്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ വന്ന് എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. പിന്നെയുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ 23 വർഷക്കാലം ഞാനൊന്നും അറിയാതെ പോയല്ലോ എന്നോർത്തിട്ടാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഈ കാര്യം നിങ്ങളെ പോലെ തന്നെ വൈജിക്കും അറിയില്ല, അങ്ങനെ ഒരു മകൾ ജീവിച്ചിരിക്കുന്ന കാര്യം. കാരണം അവളുടെ വീട്ടുകാര് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞുകൊണ്ടാണ് ഞാനുമായിട്ടുള്ള വിവാഹത്തിന് അവളെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ആ കുഞ്ഞിനെ അവൾ അറിയാതെ അവളുടെ അച്ഛനെല്ലാം ചേർന്നോണ്ട് മരിച്ചു പോയെന്ന് പറഞ്ഞ് ഓർഫനേജിലാക്കുകയായിരുന്നു, മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൾക്ക് ഇപ്പോഴും അറിയില്ല തന്റെ വീട്ടിൽ ജോലിക്കാരായി നിൽക്കുന്നത് തന്റെ സ്വന്തം മകളാണെന്ന്. അത് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഒരു നിമിഷം പോലും അവള് ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് മാത്രാണ് സത്യങ്ങളൊന്നും ഇപ്പോ അവളെ അറിയിക്കാത്തത് എന്നൊക്കെ സ്റ്റാലിയുടെ അടുത്തായിട്ട് തുറന്നു പറയാണ് ബാലേന്ദ്രൻ. അങ്ങനെ പിന്നീട് കുറച്ചു ദിവസം കഴിയുമ്പോ ബാലേന്ദ്രൻ അലീനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അവളുടെ അച്ഛന്റെ അടുത്ത് ആക്കുന്നുണ്ട്. അലീനയ്ക്കാണെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് നിന്ന് പോകുമ്പോ ഒരുപാട് സങ്കടം തോന്നും. അതുപോലെ ബാലേന്ദ്രനും അലീനെ വിട്ടുകൊടുക്കുമ്പോൾ വലിയ വിഷമമാകുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അലീനെ കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകും. അവിടെയൊക്കെ പറഞ്ഞത് തന്റെ വയ്യാതെ കിടക്കുന്ന പെങ്ങളെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവന്നു. ആ ഒരു ഹോം നേഴ്സാണ് അലീന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലി തന്റെ പെങ്ങളായിട്ടുള്ള ഷെറീനെ അലീനയ്ക്ക് കാണിച്ചു കൊടുക്കും. ഷെറീനെ കാണുമ്പോ അലീന അവിടെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. അയ്യോ, ഇത് മാമച്ചനങ്ങളുടെ മകൻ കല്യാണം കഴിക്കാനിരുന്ന ഷെറിൻ ചേച്ചിയല്ലേ? ഷെറിൻ ചേച്ചി അപ്പോ എന്റെ അച്ഛന്റെ പെങ്ങളാണോ എന്നൊക്കെ ഒരു നിമിഷം അവളിങ്ങനെ ചിന്തിച്ചു പോകും. എന്നിട്ട് രേവതിക്കുട്ടിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അന്നേരം ഗ്രേസാമ്മ പറയും, അപ്പൊ മോളെ, എന്റെ മകന്റെ ഭാര്യ നിന്റെ അച്ഛന്റെ പെങ്ങളാണോ? അപ്പൊ നമ്മളൊക്കെ കുടുംബക്കാരാണോ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഒരുപാട് നേരം സംസാരിച്ചു നിൽക്കും. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് അലീന പോയതിൽ പിന്നെ ബാലേന്ദ്രൻ തന്റെ ആരോഗ്യമൊന്നും മര്യാദയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല. മരുന്ന് പോലും കൃത്യമായിട്ട് കഴിക്കില്ല. അങ്ങനെ ബാലേന്ദ്രൻ തനിയെ പറയും, എന്റെ ജീവിതം നശിപ്പിച്ചത് വൈജയുടെ വീട്ടുകാരാണ്. വൈജയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നല്ലേ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാലും അവൾക്ക് അത് എന്നോട് പറയാമായിരുന്നു, അവളൊരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യം. അവളത് തുറന്നു പറഞ്ഞ് എന്നോട് മാപ്പ് പറയുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അവളോട് ക്ഷമിക്കാൻ പറ്റിയേനെ. അവളിപ്പോ കരുതി വെച്ചിരിക്കുന്നത് ഞാനിപ്പോ അവളെ ചതിച്ച പോലെയല്ലേ. എന്റെ മകളാണ് അലീന എന്നല്ലേ അവള് വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി ബാലേന്ദ്രന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടും. അയാള് കിടന്ന കിടപ്പിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും തനിയെ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അങ്ങനെ ബബിതയും രോഹിത്തിനെയും കൃഷ്ണമോളേക്കും വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ കേൾക്കുന്നില്ല. അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കായിരിക്കും. അങ്ങനെ ബാലേന്ദ്രൻ തന്റെ ഫോൺ എടുത്ത് മനുവിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ മനു ഫോൺ എടുക്കുന്നില്ല. മനു നല്ല ഉറക്കത്തിലായിരിക്കും. പിന്നീട് രാവിലെ എഴുന്നേറ്റ് മനു ഫോൺ നോക്കുമ്പോ ബാലേന്ദ്രന്റെ മിസ് കോൾ കാണും.
അയ്യോ അങ്കിള് രാത്രി ഒരുപാട് വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ തിരിച്ചു വിളിക്കുന്നുണ്ടേലും ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ തന്നെ എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് പറഞ്ഞോണ്ട് മനു ആ നിമിഷം തന്നെ കടപ്പാട്ടൂരിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വൈജോട് ചോദിക്കും, ആന്റി അങ്കിൾ എവിടെ? ഹോ നിന്റെ അങ്കിൾ എവിടെ പോകാൻ, റൂമിൽ കാണും. ആന്റി പോയി നോക്കിയില്ലേ, ഇന്നലെ രാത്രി അങ്കിൾ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോ അതോ, അതാ പിഴച്ചവളുടെ കാര്യം പറയാനായിരിക്കും എന്നൊക്കെ വൈജ പറയാണ്. അങ്ങനെ മനു പോയിട്ട് ബാലേന്ദ്രന്റെ റൂമിന്റെ വാതിലിൽ ഒരുപാട് മുട്ടുന്നുണ്ടേലും ബാലേന്ദ്രൻ ഡോറ് തുറക്കില്ല. ഒടുക്കം മനു വാതില് ചവിട്ടി തുറക്കാണ്. അന്നേരം അങ്ങോട്ട് ബബിതയും രോഹിത്തും വൈജയും എല്ലാരും വരുന്നുണ്ട്. അവര് ഡോറ് ചവിട്ടി പൊളിക്കുമ്പോ കാണുന്നത് ബോധം കെട്ട് തറയിൽ കിടക്കുന്ന ബാലേന്ദ്രനെ ആയിരിക്കും. മനു ഒരുപാട് തവണ ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ടേലും ബാലേന്ദ്രൻ കണ്ണു തുറക്കില്ല. നിങ്ങൾ ഇവിടെ ഇത്ര ആളുകൾ ഉണ്ടായിട്ട് അങ്കിളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയോ? അച്ഛൻ എഴുന്നേൽക്കുന്ന സമയം കഴിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്കൊന്ന് വന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് മനു ദേഷ്യത്തിൽ അവരുടെ അടുത്തെല്ലാം ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് മനു എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിക്കും. അപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന ബാലേന്ദ്രനെ കണ്ട് വൈജാട് പൊട്ടി കരയുന്നുണ്ട്. എന്നിട്ട് മനു രോഹിത്തും വൈജയും ചേർന്ന് ബാലേന്ദ്രനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഡോക്ടർ ബാലേന്ദ്രനെ പരിശോധിച്ച ശേഷം പറയുന്നുണ്ട്, ഇനി വലിയ പ്രതീക്ഷ വെക്കണ്ട. നെഞ്ചുവേദന വന്ന ഉടൻ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ 5-6 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണും. എന്തായാലും ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ അവിടുന്ന് പോവാണ്. അങ്ങനെ മനു കയറി കാണുമ്പോ ബാലേന്ദ്രൻ ചെറുതായിട്ട് കണ്ണു തുറക്കുന്നുണ്ടാകും. എന്നിട്ട് ബാലേന്ദ്രൻ ആദ്യം തിരക്കുന്നത് അലീനെ ആയിരിക്കും. മോളെ അലീനെ, അലീനെ എനിക്ക് കാണണം എന്നൊക്കെ പറയുമ്പോ മനു അലീനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. അലീന ചങ്ക് പൊട്ടി ഓടി വരുന്നുണ്ട്. അലീനെ കാണുമ്പോ തന്നെ വൈജയ്ക്ക് അങ്ങ് ദേഷ്യം വരും. വൈജ അങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അലീനെ തുറച്ചു നോക്കിയിട്ട്, ഹോ വന്നു അയാളുടെ പിഴച്ച സന്തതി. ഈ മരണക്കടക്കയിലും അയാൾക്ക് കാണേണ്ടത് ആ നാശം പിടിച്ചവളെയാണ് എന്നൊക്കെ പറഞ്ഞ് വൈജ അലീനെ അങ്ങ് തുറച്ചു നോക്കും. അന്നേരം മനു പറയും, ആന്റി ആദ്യം ആന്റിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ അലീൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആന്റി അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഹോ അപ്പൊ ഞാൻ ഓരോന്ന് പറയുന്നതും കാണിക്കുന്നതൊക്കെയാണ് നിങ്ങൾക്ക് പ്രശ്നം. എടാ മനുവേ, നിന്റെ അങ്കിൾ ഈ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഈ പിഴച്ചവളെ ഇങ്ങോട്ട് വിളിപ്പിച്ചല്ലോ. അപ്പൊ മനു പറയുന്നുണ്ട്, എന്താണ് ആന്റി, അങ്കിളിന്റെ ആഗ്രഹം ഉണ്ടാവില്ലേ അങ്കിളിന്റെ മകളെ കാണണമെന്ന്? ഹോ ഒരു മകള് ഏതോ സ്ത്രീക്ക് പിഴച്ചുണ്ടായ ഇവളാണ് പോലും മകള് എന്നൊക്കെ പറയുമ്പോ അലീന അവിടെ ഒരു അക്ഷരം പോലും മിണ്ടാതെ പൊട്ടി കരയാണ്. അന്നേരം മനു പറയും, അലീന നീ വന്നേ, ആന്റി അങ്ങനെ പലതും പറയും, നീ അതൊന്നും കാര്യാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മനു അലീനയും കൂട്ടി ബാലേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. ബാലേന്ദ്രനെ കണ്ടതും അലീന അങ്ങ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കും. അച്ഛ എന്താണിത്, അച്ഛൻ മരുന്നൊന്നും കുടിക്കാറില്ലേ? അത് പിന്നെ മോളെ, നീ പോയതിൽ പിന്നെ മരുന്ന് കുടിക്കാനൊക്കെ ഞാൻ ഇടയ്ക്ക് വിട്ടുപോകും. അതൊക്കെ അവിടെ നിക്കട്ടെ മോളെ. ഇനിയെങ്കിലും നിന്റെ അമ്മ മോളെ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം. എനിക്കിനി എത്ര മണിക്കൂർ ആയുസുണ്ടെന്ന് അറിയില്ല. ഡോക്ടർമാരൊക്കെ ഏകദേശം കൈ ഒഴിഞ്ഞ പോലെയാണ്. അതുകൊണ്ട് ഈ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്നൊക്കെ പറയുമ്പോ അലീനയുടെ പൊട്ടിക്കരയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മരിക്കുന്ന സമയത്തെങ്കിലും അവളൊന്ന് എന്നെ സ്നേഹിച്ചോട്ടെ മോളെ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അവള് തിരിച്ചറിയട്ടെ. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ബാലേന്ദ്രന്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ അലീന പൊട്ടിക്കരഞ്ഞോണ്ട് ബാലേന്ദ്രനെ തലോടിയിട്ട് പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല, അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്റെ അച്ഛൻ അത്ര പെട്ടെന്നൊന്നും എന്നെ വിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയുടെ പൊട്ടിക്കരഞ്ഞോണ്ട് പുറത്തേക്ക് പോകും. അന്നേരം ബാലേന്ദ്രൻ പറയും, മനുവേ വൈജയ് ഇങ്ങോട്ട് വിളിക്ക് എന്നൊക്കെ പറയുമ്പോ മനു വൈജയന്തിയെ പോയി വിളിക്കുന്നുണ്ട്. ആന്റി, ആന്റി അങ്കിള് വിളിക്കുന്നു. ഹോ അത് കൊള്ളാലോ, എന്നെ കാണുന്നത് അയാൾക്ക് അലർജിയല്ല മനു. ഇപ്പോഴെങ്കിലും അയാൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയോ? എന്റെ പൊന്നാന്റി, ഈ സമയത്തെങ്കിലും ആന്റിയുടെ വാശിയൊക്കെ ഒന്ന് മാറ്റിവെക്ക്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടാണ് അങ്കിൾ അവിടെ കിടക്കുന്നത്. ഹോ എന്റെ മനു, നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല, അയാൾ അത്ര പെട്ടെന്നൊന്നും ചാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് വൈജ ബാലേന്ദ്രനെ കാണാനായിട്ട് പോകും. എന്നിട്ട് വൈജ ബാലചന്ദ്രന്റെ മുന്നിൽ മുഖം തിരിച്ചു നിൽക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വൈജയ് നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കുക. എങ്ങനെ ദേഷ്യമില്ലാതിരിക്കും, നിങ്ങൾ എന്നെ ചതിച്ചില്ലേ? നിങ്ങൾക്കൊരു മകളുണ്ടായ കാര്യം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചതല്ലേ എന്നൊക്കെ വൈജ ചോദിക്കുമ്പോ ബാലേന്ദ്രൻ ചോദിക്കും, അപ്പൊ നീ എന്നെ ചതിച്ചിട്ടില്ലേ? 22 വർഷം മുമ്പ് നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയില്ലേ എന്ന് ചോദിക്കുമ്പോ വൈജാകെ ഞെട്ടുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ പറയും, മരിക്കുന്നതിന്റെ മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അലീന എന്റെ മകളല്ല. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണേ ഉണ്ടായിട്ടുള്ളൂ, അത് നീയാണ് വൈജയ്. നീ എന്ന വിഗ്രഹം എന്റെ മനസ്സിൽ വീണുടഞ്ഞത് എന്താന്ന് നിനക്കറിയോ? 22 വർഷം മുമ്പ് നീ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് അറിഞ്ഞപ്പോ, ഞാനല്ലാതെ മറ്റൊരു പുരുഷൻ നിന്റെ ലൈഫിൽ ഉണ്ടായെന്ന് അറിഞ്ഞപ്പോ ഈ ബാലേന്ദ്രൻ തകർന്നു പോയി. എനിക്ക് ആദ്യമായിട്ട് അറ്റാക്ക് വന്നത് പോലും ഈ ഒരു കാര്യം അറിഞ്ഞപ്പോഴായിരുന്നു. എനിക്കത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു വൈജയ് എന്നൊക്കെ പറയുമ്പോ വൈജയുടെ പൊട്ടിക്കരയാണ്. അങ്ങനെ ബാലേന്ദ്രൻ വൈജയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയും, ഇനിയെങ്കിലും നീ എന്നെ മനസ്സിലാക്കണം, ഈ ബാലേന്ദ്രൻ നിന്നെ ചതിച്ചിട്ടില്ല. ഈ 22 വർഷക്കാലം നീ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? എപ്പോഴും നിനക്ക് എന്നോട് ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നു. ഞാൻ നിന്നെ എന്റെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും നീ എന്തുകൊണ്ടാ വൈജയ് എന്നെ സ്നേഹിക്കാഞ്ഞേ? ഒരു ഭർത്താവായിട്ട് നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? മക്കളുണ്ടായി, അത്ര തന്നെ. എപ്പോഴെങ്കിലും എന്നോട് സ്നേഹത്തോട് സംസാരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ടോ?
എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോ വൈജയുടെ പൊട്ടിക്കരഞ്ഞോണ്ട് ബാലേന്ദ്ര മാപ്പ് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ പറയും ഈ ഒരു വാക്ക് നീ മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ കുറെ കാലമെങ്കിലും നമ്മൾ സ്നേഹത്തോടെ കഴിഞ്ഞേനെ. ഇനി എനിക്ക് സമയമില്ലല്ലോ വൈജെ. ഏത് നിമിഷം വേണമെങ്കിലും എന്തു സംഭവിച്ചേക്കാം. അപ്പൊ വൈജ പറയുന്നുണ്ട് ബാലേന്ദ്ര എനിക്കിതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടിയായിരുന്നു. നിങ്ങളെയും നമ്മുടെ മക്കളെയും എനിക്ക് നഷ്ടപ്പെടുമോ എന്നാ എന്റെ ഉള്ളിലെ പേടിയാണ് ഇത്ര കാലം എല്ലാം എന്നെ കൊണ്ട് മറച്ചു വെപ്പിച്ചത്. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒരു യോഗ്യതയില്ലെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഈ ഒരു തെറ്റ് മറച്ചു വെക്കാനാണ് ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ദേഷ്യം വെച്ചത്. എന്നോട് ക്ഷമിക്കണം ബാലേട്ടാ എന്നൊരു വിളി. ബാലേട്ട എന്നൊരു വിളി കേൾക്കുമ്പോ ബാലേന്ദ്രൻ അവിടെ സന്തോഷപൂർവ്വം ഒന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് വൈജെ അലീന ആരെന്ന് നിനക്കറിയണ്ടേ? നിന്റെ മകളാണ്. നീ 23 വർഷം മുമ്പ് പ്രസവിച്ച നിന്റെ മകൾ. നിന്റെ വീട്ടുകാരെല്ലാം ചേർന്ന് നിന്നെ പറ്റിക്കായിരുന്നു. ആ കുഞ്ഞ് ശരിക്കും മരിച്ചിട്ടില്ലായിരുന്നു വൈജെ. നിന്റെ വീട്ടുകാരെല്ലാം ചേർന്ന് ആ ഒരു കുഞ്ഞിനെ ഓർഫനേജിലാക്കി. ഇത് കേട്ട് വൈജാകെ ഞെട്ടിത്തരിച്ച് നിക്കാണ്. ഒരു നിമിഷം അവൾക്ക് തലയാകെ പെരുക്കുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ പറയും നീ അവളെ അകറ്റി നിർത്തിയപ്പോൾ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. അതാണ് ഞാൻ നിന്റെ കണ്ണിൽ നിന്നോട് ചെയ്ത തെറ്റ്. അവള് നിന്റെ മകളാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് അവളോട് ദേഷ്യല്ലായിരുന്നു, മറിച്ച് സഹതാപമായിരുന്നു. കാരണം അവൾ എന്ത് പിഴച്ചു? അവൾ ആ വീട്ടിലേക്ക് വന്നത് നിന്നെ ഒന്ന് കാണാനും നിന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കാനായിരുന്നു. പക്ഷെ നീ അതിനൊന്നും അവസരം കൊടുത്തില്ല വൈജയ് എന്നൊക്കെ പറയുമ്പോ വൈജ ഓടിപ്പോയിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് മനുവിനോട് ചോദിക്കും എടാ മനുവേ എന്റെ മകളെവിടെ? എന്താ ആന്റിയുടെ മകളോ? അവൾ ആന്റിയുടെ ശത്രു അല്ലേ? മതി മനു നീ എന്നെ പരിഹസിച്ചത്. എന്റെ മോളെവിടെ? പറ എന്നൊക്കെ പറഞ്ഞോണ്ട് മനുവിന്റെ കുത്തിനെ പിടിച്ച് ചോദിക്കുമ്പോ മനു പറയും അവള് പോയി. അത് കേട്ട് വൈജ വേഗം പുറത്തേക്ക് ഓടി പോകുന്നുണ്ടേലും അലീന അവിടെ ഒന്നും കാണില്ല. അവള് പോയിട്ടുണ്ടാകും. അന്നേരം വൈജ പൊട്ടി കരയുന്നുണ്ട്. അപ്പൊ മനു പോയി വൈജ സമാധാനിപ്പിക്കും. ആന്റി വിഷമിക്കണ്ട. അവളെ നമുക്ക് പിന്നെ കാണാം. ആന്റി ഇപ്പോ അങ്കിളിന്റെ അടുത്തേക്ക് ചെല്ല് എന്നൊക്കെ പറയുമ്പോ നിറ കണ്ണുകളോടെ വൈജ ബാലേന്ദ്രന്റെ അടുത്തേക്ക് പോകും. അന്നേരം ബാലേന്ദ്രൻ കണ്ണുകൾ തുറന്ന് അതേപടി കിടക്കാണ്. അപ്പൊ വൈജ ബാലേന്ദ്രന്റെ ഒരനക്കം കാണാതെ ആയപ്പോ വൈജ ബാലേന്ദ്രനെ തട്ടി വിളിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലോ അനങ്ങുന്നില്ല. ബാലേന്ദ്രൻ മരണപ്പെട്ടെന്ന് മനസ്സിലാക്കി വൈജ അവിടെ നിലയും വിളിയും കൂട്ടുമ്പോ ഡോക്ടർമാരും മനുക്ക് അങ്ങോട്ട് ഓടി വരും. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ബാലേന്ദ്രൻ മരണത്തിന് കീഴടങ്ങി എന്ന് പറയുമ്പോ മനുവും വൈജയ്ക്ക് പൊട്ടിക്കരയാണ്. പിന്നീട് ബാലേന്ദ്രന്റെ മരണാന്തര ചടങ്ങുകളെല്ലാം നടത്തും. അന്നേരം അലീന ഉണ്ടാകും അവിടെ. അതുപോലെ സ്റ്റാലി ഉണ്ടാകും. എന്നിട്ട് അലീന വൈജ സമാധാനിപ്പിക്കുമ്പോ വൈജ അലീനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എനിക്ക് പറ്റില്ല മോളെ. ബാലേന്ദ്രൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ ബാലേന്ദ്രനെ വേണം എന്നൊക്കെ പറഞ്ഞ് വൈജ അവിടെ ഒരേ കരച്ചിലാണ്. അതുപോലെ വൈജയുടെ ഉള്ളിൽ നല്ല കുറ്റബോധം ഉണ്ടായിരിക്കും. ജീവിച്ചിരിക്കുമ്പോ ഒരു തരിമ്പ് പോലും ബാലേന്ദ്രനെ സ്നേഹിക്കാതെ ഇരുന്നതിൽ. എന്തായാലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് എപ്പിസോഡാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.